ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ നമുക്ക് ഇടിയപ്പവും ചെമ്മീനും വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വിഭവം കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഉമ്മയാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. അത് ഉമ്മ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചാണ്. ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്നതും വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനോ എടുത്ത് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ഇവിടെ പിരിയമുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ എടുത്തത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചെമ്മീനിൽ ഈ മസാലയൊക്കെ നല്ലപോലെ പിടിക്കണം. ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഈ ചെമ്മീനകത്തുനിന്ന് തന്നെ വെള്ളം വന്നോളും. ആ വെള്ളം വറ്റുന്ന ഇടം വരെ വേവിച്ചെടുക്കുക. ഇനി ഇതിന് വേണ്ടുന്ന മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി 2 സവാള നീളത്തിൽ അരിഞ്ഞത്, 3 ചെറിയ തക്കാളി, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇത്ര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു ചോപ്പറിലോട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. തക്കാളി ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതി. തക്കാളി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് സൈഡിൽ വയ്ക്കുക. പിന്നെ നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. അത് ഒരുപാട് പൊരിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വെറുതെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയ പോലെ എടുത്താൽ മാത്രം മതി. ചെമ്മീൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ചോപ്പർ എടുത്ത് അതിലേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. നല്ല പൊടി പോലെ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വലിയ ചെമ്മീനായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതി. ചെമ്മീൻ ചോപ്പ് ചെയ്ത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഫുള്ളായിട്ട് ചേർത്തും മസാലയിൽ ചേർത്ത് വഴറ്റാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെമ്മീൻ ഒരു 3 കട്ട് ചെയ്ത് നമുക്ക് ചേർക്കാൻ പറ്റും പൊരിച്ചതിന് ശേഷം. ഈ സമയത്ത് വേണമെങ്കിൽ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2.5 ഗ്ലാസ് അരിപ്പൊടിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml ഗ്ലാസ്സാണ് ഞാനിവിടെ അളവായിട്ട് എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് ഈ വെള്ളം കുറച്ചായിട്ട് വീതം ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയിലോട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തിളച്ച വെള്ളത്തിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമായിരുന്നു. അതിലും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ അരിപ്പൊടിയിലോട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇവിടെ ഞാൻ 4 ഗ്ലാസ് തിളച്ച വെള്ളം 2.5 ഗ്ലാസ് അരിപ്പൊടിയിലോട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഓരോ അരിപ്പൊടി അനുസരിച്ചിരിക്കും. അതൊരു 4 മുതൽ 4.5 ഗ്ലാസ് വരെയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് വരാൻ ചില അരിപ്പൊടിക്ക്. ഈ പിക്ചറിൽ കാണുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്.
ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതി ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പ്ലേറ്റിലോട്ട് അല്പം എണ്ണ പുരട്ടി നമുക്കിതിനകത്തോട്ട് ഈ പൊടി വീശിയെടുക്കാം. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വീശിയെടുത്ത് അതിൻ്റെ നടുക്ക് തേങ്ങ വെച്ച് വീണ്ടും മുകളിലോട്ട് വീണ്ടും വീശിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിന് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത്രയും പൊടി കൊണ്ട് ഒരു 15-16 ഇടിയപ്പമാണ് എനിക്ക് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഈ ഇടിയപ്പം നമുക്ക് കീറിയെടുക്കാം. എല്ലാ ഇടിയപ്പവും ഇവിടെ ഒന്ന് കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഇടിയപ്പം നമുക്ക് ആ മസാലയിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇടിയപ്പവും മസാലയും ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയുടെ ഇല, ഏകദേശം ഒരു 10 ഇല ചേർത്താൽ മതി, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള നീളത്തിലരിഞ്ഞ് പൊരിച്ച് കോരിയതും ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ബിരിയാണിയുടെ ഫ്ലേവർ വരും, ബിരിയാണിയുടെ ലുക്കും കിട്ടും. ഇത് ചെമ്മീനെന്നല്ല, ഇറച്ചി വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ചെമ്മീൻ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്